ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഓ ചാനൽ. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മൈ സിസ്റ്റർ. എൻ്റെ ഉമ്മക്ക് 5 മക്കളുണ്ട്. മൂത്തത് ഇക്കാക്ക, പിന്നെ ഞാൻ, പിന്നെ ഒരു കൊട്ടത്തേങ്ങ, പിന്നെ ഇതാ കുയിക്കാൻ വെച്ചൊരു തേങ്ങ പോലത്തെ സാധനം, പിന്നെ ഒരാളുണ്ട്. അതാരാണ് ഇന്ത്യാസാനും. കാണണോ നിങ്ങൾക്ക്? ദാ കിടക്കുന്നതാണ് എൻ്റെ വേറൊരു അനിയൻ. ലൈഫിലായിട്ടൊക്കെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരാണ് ഇതും അതും ഒക്കെ. ഉമ്മക്ക് 5 മക്കളാണല്ലോ. അപ്പോൾ ആദ്യത്തെ 3 മക്കളും എന്താ പറയുക, വലിയ വയസ്സിന് ഡിഫറൻസ് അല്ലല്ലോ, 1 വയസ്സും 2 വയസ്സും അങ്ങനെ ഡിഫറൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ പാരൻസ് മീറ്റിങ്ങിന് സിബ്ലിങ്സിനെ കൊണ്ടുവരുന്ന സമയത്തും ഞാനൊക്കെ ഇങ്ങനെ വിചാരിക്കാം, ഉമ്മയുടെ ഉമ്മ ഒന്ന് വാങ്ങിത്ത, ഉമ്മ കുട്ടീനെ വാങ്ങിത്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെയ്തിങ്ങനെ കൊടുക്കും. കാറ്റുന്ന് പഠിച്ചോണ്ട് ഒരുപാട് ദൂരായിരുന്നിട്ട് അങ്ങനെ കിട്ടിയൊരു മുതലാണ് ഇത്. ഇവളെ പേരാണ് പറഞ്ഞോടുക്ക് ഷസ്ല. ഇവളെ വീട്ടിൽ നിന്ന് വിളിക്കും പൊന്നൂസ്. എൻ്റെ അക്കൗണ്ട് നെയിം ഷാറൂസ് പൊന്നൂന്ന് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളെ പൊന്നു, ഇവളെ പേരും പിന്നെ ഓൻ്റെ പേര് ഷഹറാസ് എന്നാണ്. അത് നമ്മൾ ഷാറൂസ് എന്നാക്കിയിട്ട് വിളിച്ചപ്പോൾ ഷഹറാസിനെ ഷോർട്ടാക്കി നമ്മൾ. അപ്പോൾ ഷാറൂസ് പൊന്നൂന്ന് ഇട്ട്. പിന്നെ എല്ലാവരും പറയാൻ തുടങ്ങി അത് പെണ്ണിൻ്റെ പേരാണ്, അങ്ങനെ ഇങ്ങനെ പെണ്ണിൻ്റെ പേര് എന്തിനാ ആൺകുട്ടി കെട്ടിനെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പേര് മാറ്റി. അങ്ങനെ ഓൻ എന്ത് ചെയ്തു ഷഹീസിൻ നട്ട്. പക്ഷെ നമ്മൾ വിളിക്കുക അസു എന്നാണ്. ഇപ്പോൾ ഇവിടെ ഷെസ്ന എന്നാണ്, അപ്പോൾ ഓളെ വിളിക്കും പൊന്നൂസ്. ഇന്ന ഷഹല എന്നാണ്, പക്ഷെ ഇന്നെ വിളിക്കും പത്തൂന്ന് വിളിക്കും. അങ്ങനെ ഓരോരുത്തർ ഓരോ നെയിമും. പക്ഷേ ഓൻ്റെ പേര് മാറ്റി. പക്ഷെ എൻ്റെ യൂട്യൂബിലെ ഇൻസ്റ്റയിലെ അതൊന്നും മാറ്റിയിട്ടില്ല. എന്നോട് എല്ലാവരും ചോദിക്കും, നീ എന്താണ് ഈ പേരിട്ട്? പക്ഷെ ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ കാത്തു നിന്ന് കിട്ടിയ 2 പിഞ്ചോമനകളാണിത്. ഇവള് നമ്മൾ ഭയങ്കര പൊന്നു പോലെ നോക്കിയിട്ടുണ്ട്. ഒരു ഏജ് വരെ എനിക്ക് തോന്നുന്നു ഇവള് 4 വയസ്സ് വരെ നമ്മൾ തലയിൽ വെച്ചാൽ പെയിനടിക്കും, നിലത്തെ വെച്ചാൽ ഉറുമ്പടിക്കും എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഇവരെ എന്ത് ചെയ്ത് വിടാതൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അസാൻ വന്നതിന് ശേഷം പിന്നെ ഇവളോടുള്ള സ്നേഹം ഒക്കെ പോയി. അത് നേരെ എൻ്റെ അസാനിൻ്റെ അടുത്തോട്ടൊക്കെ പോയി. അസാൻ ഇങ്ങോട്ട് വാ. ഇവനെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇവന് കുറച്ച് വയർ താരമാണ്. ഹായ് പറയ്. ഇൻസ്റ്റ ഐ ഡി ഇത് തന്നെയാണ് കേട്ടോ നെയിം. അപ്പോൾ ഫോളോ ചെയ്തവരാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞേ സബ്സ്ക്രൈബ്. ഇവൻ എന്നെ പോലെ എക്സ്ട്രോവേർട്ടാണ്, ഇവനും ഞാനും. പക്ഷേ ഇവനും എൻ്റെ ബാക്കിയുള്ള മൂത്ത ബ്രദറും പിന്നെ അതിൻ്റെ താഴെയുള്ള ഒരു കൊട്ടത്തങ്ങയും എന്താണ് ഇൻട്രോവേർട്ടാണ്.